നമ്മൾ ലൈഫിൽ പറയാറുണ്ട് എനിക്ക് എല്ലാം പ്രയോറിറ്റിയാന്ന് പറയാറുണ്ട്. ബിസിനസ് ഓർഗനൈസേഷനിൽ ഇതുപോലുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. എല്ലാം പ്രയോറിറ്റിയാണ്, നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ഏതാനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഹൈറാർക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യാം ഇഫ് എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻസ് പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം അർജന്റ് ആണ്, അല്ലെ എല്ലാവർക്കും എല്ലാം എന്നും തിരക്കാണ്. അങ്ങനെ ഒരു തിരക്ക് ശരിക്കും ഇല്ല. നമ്മളിപ്പോ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് ടാസ്കുകളുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ ലിസ്റ്റ് ചെയ്യുക, എന്തൊക്കെ ടാസ്കുകളാണ് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഈ മാസം എന്തൊക്കെ ഞാൻ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളത് പറഞ്ഞ് നമ്മൾ ലിസ്റ്റ് ചെയ്ത ശേഷം, ജനറലി ഞാൻ കമ്പനികളിലൊക്കെ ഫോളോ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഐസൻഹോവർ മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ 4D മെട്രിക്സ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിൽ ഏതൊക്കെ ഏർജന്റും ഇമ്പോർട്ടന്റും ആണ്, ഏതൊക്കെ ഏർജന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് അല്ല, ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അർജന്റ് അല്ല, ഏതൊക്കെ ഏർജന്റ് അല്ല ഇമ്പോർട്ടന്റ് അല്ല, ഇങ്ങനെ നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഓരോ ടാസ്കുകളെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെയാണ് ശരിക്കും അർജന്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഇതിനകത്ത് അർജന്റും അല്ല ഇമ്പോർട്ടന്റും അല്ല എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമ്മൾ ഈ ടാസ്കിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ പലപ്പോഴും എന്റർപ്രണേഴ്സിനൊക്കെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുള്ളത് ടൈം ബോക്സിങ്, ടൈം ബ്ലോക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അത് അവർ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വലിയ തിരക്കുകൾ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് തിരക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, എന്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതിനെ ഒന്ന് വേറെ സെഗ്രിഗേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ തന്നെ ലൈഫ് വളരെ ഈസിയാവും.